ഇത് തോളത്ത് കാണുന്നത് നെല്ലും ചാക്കും അല്ല അരിച്ചാക്കും അല്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സ്വാഗതം. അപ്പോ നബിദിന പരിപാടിയൊക്കെ കഴിഞ്ഞു. അതെ, എല്ലാം കഴിഞ്ഞ് ഉച്ചക്ക് ബിരിയാണി ഒക്കെ കൊടുന്ന് തിന്ന്. കണ്ടില്ലേ? വീഡിയോ കണ്ടില്ല, ബിരിയാണി കൊടുന്ന വീഡിയോ കണ്ടിട്ടില്ല. ഒന്ന് ഒരുപാട് ബിരിയാണി ഇട്ടിട്ട് ഞങ്ങക്ക് അല്ലേ, വിശദ പറഞ്ഞുതരാ കാര്യങ്ങള്. അപ്പൊ ഇന്ന് നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട, നിങ്ങൾ കണ്ട അന്തം വിടൂട്ടാ. അപ്പൊ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട. പിന്നെ ആദ്യത്തെ കാണുന്നവരെ കണ്ടി സബ്സ്ക്രൈബ് ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ. അല്ല പറഞ്ഞുതരാ, അത് പറയരുത്. അത് പറഞ്ഞില്ല, നിങ്ങൾ കാണുന്ന വേണമെന്നാലേ മനസ്സിലാവുള്ളൂ. സംഭവം പറഞ്ഞുതരാ. അപ്പൊ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇതണ്ടാ, ഇത് തോളത്ത് കാണുന്നത് നെല്ലും ചാക്കും അല്ല അരിച്ചാക്കും അല്ല. ഇതിനുള്ളിൽ എന്താണെന്നുള്ള മുതലിപ്പം കാണിച്ചു തരാം പൊന്നേരന്റെ മക്കളെ. ഇത് പിന്നെ സമ്മാനം കിട്ടിയതൊന്നല്ല, അല്ല. അപ്പൊ ഈ ലോഡൊന്ന് ഇറക്കാൻ പിടിച്ചാ പറ്റുമോ? ഇപ്പൊ രാത്രി ഇപ്പൊ 1 മണിയാട്ടെ, ഞങ്ങള് മദ്രസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നുകാണ്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പൊ തലക്കെന്ന് തുറന്നോളി. പിന്നെന്താ അറിയോ, രാവിലെ കൊടുന്നല്ലേ. അപ്പൊ സംഭവം കാണിക്കാൻ പോണത് മുട്ടായി ആണ് ട്ടാ. നബിദിന ഘോഷയാത്രയിൽ നിന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ മുട്ടായികൾ, മധുര പലഹാരങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഒരു രക്ഷയിലിട്ട മക്കളെ. പൊട്ടിക്കൊള്ളി തലക്കെന്ന് ഇതൊരു വ്യക്തി കൊണ്ടുവന്നാണ്. ഇത് ഇനിയുണ്ട്. അപ്പൊ ഇത് കുറച്ച് നീക്കി കാണി, ഇവിടെ സൗകര്യമില്ല. അപ്പൊ ഇതണ്ടില്ലേ, ഇനിയുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, കുട്ടിയൊക്കെ കൊടുത്തിക്കണെല്ലാം നല്ല കോസ്റ്റ്ലി സാധനങ്ങൾ. വേറെ സ്പെഷ്യൽ സാധനം കാണിക്കാണ്ട്. പക്ഷെ ഇതിപ്പോ ഇതെന്താ അറിയോ, ഇതൊക്കെ രാവിലെ മുതലേ കൊടന്ന് വെച്ചിട്ട് ക്ഷമയില്ലാതെ ഡാർക്ക് ഫാന്റസികൾ തിന്നു കഴിഞ്ഞു. ബാക്കി പെട്ടികളൊക്കെ അവിടെ കവർന്നൊക്കെ ഒഴിക്കണം. മോനും പെട്ടിയിലാക്കലും ഫുള്ള് രാവിലെ മുതല് മദ്രസക്ക് പോണതിന് മുന്നേ ഫുൾ പരിപാടി. ഇതൊക്കെ കാര്യണ്ടാ, ഡാർക്ക് ഫാന്റസി തീറ്റ കഴിഞ്ഞിങ്ങനെ പരിപാടി അവസ്ഥ. ഇതൊക്കെ കൊടുത്തീന് അവർക്ക് എന്തെങ്കിലും അർഹതായ പ്രതിഫലം അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ. ഈ കുഞ്ഞു മക്കൾക്കില്ലേ, ഒരുപാട് ആൾക്കാര് മനസ്സിൽ ഓരോ മുറാദ് വെച്ചിട്ടാണ് ഈ കാര്യം നബിദിനത്തിന് കുട്ടികൾക്ക് കൊടുക്കണം. അള്ളാഹു അവരെ ആഗ്രഹങ്ങൾ എന്താണ്, രോഗങ്ങളായിക്കോട്ടെ, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അള്ളാഹു ഷിഫാക്കി കൊടുത്തിട്ട് നിറവേറ്റി കൊടുക്കട്ടെ. അതെ. പിന്നെ ഒരു വിഷയം എനിക്ക് പറയാനുള്ള എന്താ അറിയോ, പിന്നെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മള് 4 മക്കളും 5 പേര് പോയിട്ടുണ്ട്. പിന്നെ കുട്ടാട്ട മദ്രസ, കുട്ടിമോനെ കുട്ടാട്ട മദ്രസയില് ചെക്കന്മാരൊക്കെ കൂടി, മോന്റെ ഫ്രണ്ടുകളൊക്കെ കുട്ടാട്ടാണ്. മോന്റെ ഫ്രണ്ടുകളൊക്കെ അതൊരു ഇതാ, കുട്ടിമോന്റെ ഫ്രണ്ടുകളൊക്കെ കുട്ടാട്ടാണ്. അപ്പൊ ഓൻ എന്ത് ചെയ്ത് അവിടെ പോയി എന്താ വീഡിയോ എടുക്കാനും ചെക്കന്മാരൊക്കെ കൂടി. അപ്പൊ ഓനക്ക് എന്ത് ചെയ്തേക്കണ, അവിടുന്ന് ഒരു കവർ മുട്ടായി ഓനക്ക് അവിടുന്ന് ഇട്ടിക്കണേ. പിന്നെ പൊന്നോ മോനോ ബാവ, പിന്നെ ഞാനും പോയിട്ടാ. ഞാൻ റാലിക്ക് വെച്ചിട്ട് അങ്ങനെ പോയതല്ല, നമ്മളെ കാക്കാത്തറ മദ്രസിന്റെ അവിടെ കൊടുക്കണേ. എന്റെ കയ്യിൽ അത്യാവശ്യം മുട്ടായി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇന്ന ആൾക്കെന്നില്ല, കുട്ടികൾക്കും മക്കൾക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. കാരണം എല്ലാം കൊടുത്തിങ്ങനെ മോശപ്പെട്ട സാധനം ഒന്നും ഇല്ല, എല്ലാം അടിപൊളി സാധനങ്ങളെ. വേറെ സാധനം ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതണ്ടില്ലേ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നബിദിനത്തിന് കിട്ടിയിട്ട്. ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഒരുപാടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടി മുട്ടായി. എന്താ വെച്ചാ ഈ വാവ പോയാലും മുട്ടായി വാങ്ങലില്ല. ഓരോ പ്രാവശ്യം ആദ്യമായിട്ടാണ് മുട്ടായി വാങ്ങിയത്. വാവ വാങ്ങലില്ല. പിന്നെ എന്താ വെച്ചാല് വാക്ക് മടിയാണ്. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു എന്തിനാ മടിക്കണേ, കുട്ടികൾക്ക് കൊടുക്കണല്ലേ, എല്ലാം നമ്മക്ക് കൊടുക്കാനാണ് ഇത്. നമുക്ക് വാങ്ങാനാണ് ഓരോ വാങ്ങി വെച്ചിരിക്കണത്, നമുക്ക് തരാന്. അപ്പൊ നിങ്ങള് വാങ്ങിക്കോണ്ടി, ധൈര്യത്തിൽ വാങ്ങിക്കൊണ്ടേ. ബാവ ഇപ്പൊ ഇപ്രാവശ്യമാണ് ബാവ മുട്ടായി വാങ്ങിയത്. കിട്ടി. കഴിഞ്ഞ കൊല്ലത്തിന് മുമ്പത്തെ കൊല്ലതാ എന്താ ഇവിടെ ഉണ്ടായത്. ഇപ്പ ഞാന് മോനും പിന്നെ കുട്ടിമോന് മുത്തു എല്ലാരും കൂടി ഓരോ കവർസ് തന്നെ ഇറങ്ങി. കവറല്ല, ഇപ്പൊ ട്രൗസർ ഗീസിലിട്ടേന്ന്. ഞാൻ ഇപ്പൊ 2 ട്രൗസർ ഗീസിൽ അറച്ച് കുത്തി അരച്ച് കൊടുത്തീന്ന്. കവറൊന്നും കൊണ്ടുപോയിട്ടില്ല. അന്ന് ഇപ്പൊ ഭയങ്കര മോശം കണക്കൊന്നും. അത് മോശമല്ല, അന്ന് കൂടുതൽ കെയർ ചെയ്യല് വീഡിയോ എടുക്കാനുള്ളതിന്. അപ്പൊ എല്ലാ ദിമക്ക്. പിന്നെ ഇപ്രാവശ്യം എന്ന് വെച്ചാൽ എന്ത് ചെയ്ത്, എനിക്ക് തോന്നി വെറും വീഡിയോ കൊണ്ട് മാത്രം കാര്യമില്ല.
ഒരു നല്ലൊരു കവറ് കയ്യിൽ പിടിക്കാന്ന്. അപ്പൊ ഏതായാലും മാഷാ അല്ലാഹ് വീണ്ടും പറയണേ, ഈ നമ്മള് എന്താ പറയാ ഒരുപാട് ആൾക്കാർ തന്നതൊക്കെ നല്ല അടിപൊളി നല്ല സാധനങ്ങളായിട്ട് ഡാർക്ക് ഫാൻസി പിന്നെ എല്ലാം എല്ലാം അടിപൊളി അല്ലെന്നില്ല നല്ല പിന്നെ ഇപ്പൊ ഇത് ഇളനീരാണ്. അതുപോലെ തന്നെ ഇതെന്താ ഇതിന്റെ പേര് നല്ലൊരു അതിനെ പറ്റിയാണ് പറഞ്ഞു തരുന്നത്. പിന്നെ ഇത് ആപ്പിള് ചോക്ലേറ്റ് എല്ലാം ഉണ്ട്. പിന്നെ അതിലുപരി എല്ലാം നല്ലതാട്ടാ. ഞാൻ ഒരാള് നമ്മള് എല്ലാം നല്ലതാണ്, ഞാൻ നല്ലതല്ലാന്നോ ഒന്നല്ല പറഞ്ഞേട്ടാ. പക്ഷെ അതില് ഏറ്റവും എനിക്ക് ഈ ഇന്നത്തെ നബിദിനത്തില് കൊടുത്ത സാധനത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ട്. ഇന്ന് നബിദിനത്തില് നമുക്ക് കൊടുത്ത സാധനത്തില് ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഇങ്ങനെ ഇത് വാങ്ങി കഴിച്ചോൽക്ക് എല്ലാവർക്കും ഇങ്ങനെ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ടേസ്റ്റായി. അവര് ഇതാ നമ്മളെ നസ്രി ചിക്കൻ സ്റ്റാള്, നസ്രി ചിക്കൻ കുറുകത്താണിക്കുള്ള നസ്രി ചിക്കൻ സ്റ്റാൾ കുറുകത്താണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഏതായാലും ഇത് എന്താ പറയാ, എനിക്കിത് ഭയങ്കര ടേസ്റ്റ് ഇട്ടാ. നല്ല ഒരു പ്രത്യേക ടേസ്റ്റ്. മിൽക്ക് മെയ്ഡിന്റെ ഒക്കെ അവരെന്തോ പുറത്തുനിന്ന് ഇവിടുന്ന് ഇറക്കിയതാണ്. ഒരു 4-5 മദ്രസക്ക് ഉണ്ടെന്നൊക്കെ കുട്ടികൾ പറഞ്ഞിട്ടാ. പുള്ളിക്ക് അറിയില്ല. അത് 5 കിലോ നമ്മൾ വീണ്ടും കുടിച്ചു. അത്രക്കും ടേസ്റ്റ്. ഒരു പ്രത്യേക ഐറ്റം ജ്യൂസാണോ പായസാണോ പെരും ടേസ്റ്റ് തന്നെ, പെരും ടേസ്റ്റ്. പിന്നെ എന്ത് ചെയ്യുന്നത്, പായസം ഉണ്ട് ഇന്നലെ മോനോ. അതിലില്ലേ രണ്ടെണ്ണം പായസം ഉണ്ട്. കൊണ്ട് ചിട്ടൻ എടുത്തോന്നാ ബോട്ടില് അതിലുണ്ട്. ഇങ്ങനത്തെ ബോട്ടില് പായസം ഇങ്ങനെ കൊടുക്കുമ്പോ ഏറ്റവും വലിയൊരു ഉപകാരമാണ്. അവിടുന്ന് വേസ്റ്റ് ആക്കൂല. ആവശ്യമില്ലാത്ത എല്ലാവർക്കും കുടിക്കും ചെയ്യാ. എന്നും അവിടെ ക്ലാസ്സിലാക്കിക്കാണ്ട് പാണോല് കുടിച്ചാത്തോലും അവിടെ വെക്കും. റോട്ടം വെച്ചിക്കാണ്ടൊക്കെ പോകും. അതിന് പകരം ഇപ്രാവശ്യം ചെയ്തിരിക്കണത് ഇത് അടപ്പായസം ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ എല്ലാവർക്കും ഓരോന്നുണ്ടായിരുന്നു. ഇത് മുത്തു ചെക്കന്മാരൊക്കെ കൂടി എന്താണ് കോൾഡ് കോഫിയോ അത് ബൽഗാഡോ കാക്കാത്തണം കൊടുത്ത സമ്മാനമാണ് അത്. അവര് നല്ല അടിപൊളി ഐറ്റംസ് തന്നെ അവര് കൊടുത്തിട്ടുണ്ട് അല്ലെ. ശരിക്കും നമ്മുടെ ചെറുപ്പക്കാരെ വളർന്നു വരുന്ന തലമുറക്ക് നല്ലൊരു മാതൃക തന്നെയാണ്. എന്തായാലും പേര് തന്നെ ബൽഗാഡോ കാക്കാത്തടം ശരിക്കും ഒരു മാതൃകയാണ്. അപ്പൊ അതൊക്കെ ഉണ്ടാ കുട്ടാട്ടന്ന് ഇത് കുട്ടാട്ട മദ്രസ കിട്ടിയതാണ് കുട്ടിമോൻക്ക്. പിന്നെ ബിരിയാണിന്റെ കാര്യം പറയണെങ്കില് കുട്ടിമോ ആണ്ട് പോയതുകൊണ്ട് കുട്ടിമോൻക്ക് ഒരു പൊതി ചോറ് ഇവിടുത്തെ മദ്രസന്ന് ഇവിടെ അത്യാവശ്യം കിട്ടും. എല്ലാവർക്കും നിന്നാളെ ചോറുണ്ട് ഇവിടെ മദ്രസന്ന്. പിന്നെ കുറുക മദ്രസന്ന് ഒരു പതിട്ടി ബാവാക്ക് അതിന്റെ പുറമെ നമ്മളെ കുഞ്ഞുട്ടി കല്ലിട്ടുകാരത്തെ താത്താന്റെ ഇളച്ചനുണ്ട് കേട്ടോ. അവൻ വിളിച്ചോന് ബിരിയാണി പണി. നിങ്ങള് കല്യാണത്തിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ബിരിയാണി ഓന് വിളിച്ച് കുറച്ച് ബിരിയാണി ഉണ്ട് ബാവാ വന്ന് കൊണ്ടേക്കോ പറഞ്ഞാണ്ട് 2 പൊതി ബിരിയാണി അവിടെ കുഞ്ഞിപ്പാക്കും പെടുക്കൊണ്ടിരുന്നു. അപ്പൊ ഒരുപാട് ബിരിയാണി. എന്നും നബിദിനത്തിന് എല്ലാ വർഷവും നമുക്ക് വൈകുന്നേരം പാട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോ നമ്മള് പൈച്ചിക്കാണ് ഭക്ഷണം ഉണ്ടാവില്ലല്ലേ. ഒരു കഥ എനിക്കാരോ. ഏതായാലും പൊന്നാര മക്കളെ പണിയെല്ലാം കുറവാണ്. അപ്പൊ നാളെ കൂട്ടാനൊന്നും വെക്കണ്ട, ചോറും വെക്കണ്ട. നാളെ ചോറ് വെക്കണ്ട. ഇഷ്ടം പോലെ ബിരിയാണി വൈകുന്നേരം കടി നാളല്ല ഈ വീഡിയോ കാണുമ്പോ ഇന്ന് ചുളിവിൽ ഒരാൾ എല്ലായിടത്തും എടുത്ത് കുടിച്ചിട്ടുണ്ട്. ഇവിടെ ചുളിവിൽ ഒരാൾ എടുത്ത് കുടിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടാ. ഞങ്ങൾ പോയി വന്ന് പിന്നെ എന്താണ് പരിപാടി ഞങ്ങള് പാട്ടും ഇതൊക്കെ പൊന്നിന്റെ പാട്ടൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞപ്പോ രാത്രി 1 മണിയായി തിരിച്ചെത്തിയപ്പോട്ടെ മദ്രസന്ന്. അടിപൊളി. പിന്നെ സ്കൗട്ട് ഉണ്ട്, നല്ല അടിപൊളി പാട്ടുണ്ട്. പിന്നെ സ്കൗട്ടിന്റെ സമ്മാനം ഇപ്പൊ തന്നെ കിട്ടിക്കണേ. കാണിച്ചെടുക്ക. ഇതാണ് സ്കൗട്ടിന്റെ സമ്മാനം. സ്കൗട്ടിന്റെ സമ്മാനതാണ്. ജ്യൂസൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് തിരിച്ച് ഇങ്ങനെ നെക്കി കുടിച്ചാ അല്ലേ. അപ്പൊ അങ്ങനെ ഒരു സാധനം. പിന്നെ എന്താ പറയാ നേരന്റെ മന ഇങ്ങനെ കുടിച്ചാലേ പായി പാത്തും. പത്ത് തലമുറക്ക് പായി പാത്തുന്ന ചിലപ്പോ അറിയില്ലേക്കാരം കിടക്കി പാത്തുന്നാറുണ്ട്. പിന്നെ അപ്പൊ ഞങ്ങള് ഇതൊക്കെ ഇവിടെ കാണിച്ചിങ്ങാണ്ട് ഇപ്പൊ നമുക്ക് ഒരുപാട് ചില ആൾക്കാർ ചിലപ്പോ കമന്റ് ചെയ്യാണ്ടാവും ഇത് വേസ്റ്റ് ചെയ്യണേ, എന്തിനാ ഇപ്പൊ ഇങ്ങനെ വേസ്റ്റ് ചെയ്യണേ, ഇതിന് എത്ര കിട്ടിയിക്കണ്, ഇത്ര കൊടുത്തിക്കണ്. ഇത് നമുക്ക് വർഷത്തിൽ ഒരിക്കൽ കിട്ടണില്ല. അൽഹംദുലില്ലാ. ഇതൊന്നും ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇതൊന്നും പൈസ കൊടുത്ത് വാങ്ങണവരല്ല. ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴേ ഞങ്ങളൊക്കെ കൈക്കൊള്ളൂ. ഞങ്ങളെന്നല്ല ഒരുവിധം സാധാരണക്കാരൊന്നും ഇത് പൈസ കൊടുത്ത് വാങ്ങാൻ സാധ്യതയില്ല. ഏതായാലും കൊടുത്ത ആളുകൾക്കെല്ലാം നല്ല എന്താ പറയാ തക്കതായ പ്രതിഫലം അല്ലാഹു കൊടുക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നമ്മളെ മുത്തു വന്നേ പരിപാടി കവർ ഉണ്ടാവും.
അപ്പൊ എവിടെയെന്ന് അവിടെ ഒരു നോട്ടം കണ്ടിന്ന് തന്നെ കാക്കതർത്ത് ഡാർക്ക് ഫാന്റസി എടുക്കരുതിട്ടാ വേറെ എന്തെങ്കിലും എടുത്തോ കഴിഞ്ഞിക്കണ് അപ്പൊ കാലിപ്പെട്ടിയാണ് കഴിഞ്ഞ് കാലിപ്പെട്ടിയാ. അപ്പൊ ഇനി ഇത്രയുള്ള വീഡിയോ വീഡിയോ കഴിഞ്ഞ് പെയ്താൽ ഏതൊരു കള്ളത്തിന്റെ അടിയിൽ കയറിയാണ്ടുള്ള ടാർക്ക് ഫാന്റസി മുഴുവൻ തിന്നിക്കുന്ന കുട്ടികൾ പറഞ്ഞത് ഇല്ല പൊന്നോ. അപ്പൊ പറയാനുള്ള കാര്യം പറഞ്ഞോ. ഇതേതാ ഇത് കോസ്കോ വാരത്തപ്പടി കോസ്കോ ക്ലബ്ബ്. അപ്പൊ എല്ലാവരും കൊടുത്ത് ചെറുതായാലും വലുതായാലും നല്ല നല്ല സംഭവങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതെ, ആരും നിസാറാക്കാൻ പറ്റില്ല. ഐസ്ക്രീം ഒക്കെ തീർന്ന് പിന്നെന്താ പിന്നെ ഇതൊന്നല്ല ഇതിന്റെ ഏകദേശം കാ ഭാഗം തിന്നു കഴിഞ്ഞാണ് വന്നപ്പോ തിന്നൽ തുടങ്ങിയല്ലേ. അപ്പൊ ഇനി അടുത്ത വർഷവും ഇതുപോലെ ഞമ്മക്കെല്ലാം ഇത് വാങ്ങി കഴിക്കാനും അതേപോലെ ഇതുപോലെ കൊടുക്കാനും കൊടുക്കുന്നവർക്ക് വീണ്ടും കൊടുക്കാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പൂർണ്ണ ആരോഗ്യം ദീർഘായുസ്സും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേറെന്താ പിന്നെ വേറെ ഞാൻ അടുത്ത വീഡിയോ വരാണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന ജാതി ഇവരുടെ സ്കൗട്ടിന്റെ അടിപൊളി പരിപാടി വരാണ്ട് പിന്നെ ഒരുപാട് കുട്ടികളെ കലാപരിപാടികൾ ഒരുപാട് വ്യത്യസ്തമായുള്ള സ്കൗട്ട് കാര്യങ്ങളൊക്കെ വേറെ വീഡിയോ വരാണ്ട് അടിപൊളി പാട്ടുണ്ട്. അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അഭിപ്രായം നല്ലതായാലും ആകാത്താലും ഇങ്ങോട്ട് പോന്നോട്ടെ. പിന്നെന്താ പറയാനുള്ളത് എല്ലാവർക്കും ബൈ 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 ബൈ.